ആ ഉദ്ധം സിംഗിനെ വിട്ടി എന്ന് വിളിച്ച RSSകാരാ, നിങ്ങൾക്ക് എന്ത് അവകാശമാണ്, എന്ത് ധാർമ്മികമായ അവകാശമാണ് രാജ്യസ്നേഹത്തെ കുറിച്ച് പറയാൻ? രാജ്യത്തിന് ഒരു സംഭാവനയും ചെയ്യാതെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ നിരാകരിച്ച് മനുസ്മൃതിയെ ഭരണഘടനയായി അംഗീകരിച്ച് ഈ രാജ്യത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടുപ്പിച്ച് അതിൽ നിന്നും ഈ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് കുറുക്ക് വഴിയിൽ കൂടി കടന്നു ചെല്ലാം എന്ന് കരുതുന്ന RSSകാരെ നിങ്ങളുടെ തനിനിരമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്തെ ജനാധിപത്യ സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. ദേശീയ പതാകയോടുള്ള നിലപാടെന്ന RSSന് ഇത് മുഴുവനും പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ. എന്നാലേ RSSന്റെ ചിത്രം ഈ രാജ്യത്ത് പൂർണ്ണമാവുകയുള്ളൂ. ഏറ്റവും പുതിയ RSSനെ കുറിച്ച് ഞാൻ കൃത്യമായി വിശദീകരിക്കുന്നു. ദേശീയ പതാകയോടുള്ള നിലപാടെന്താ? ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ സുഷമ സ്വരാജും LK അദ്വാനിയും ഒക്കെ ദേശീയ പതാകയുമായി പോയല്ലോ ശ്രീനഗറിലേക്ക്. RSSകാരോട് ഞങ്ങളുടെ ചോദ്യം ഇതാണ്. സ്വാതന്ത്ര്യം കിട്ടി 62 വർഷങ്ങൾ ഈ രാജ്യത്ത് പിന്നിട്ട് കഴിഞ്ഞു. ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ, ഏതെങ്കിലും ഒരു റിപ്പബ്ലിക് ദിനത്തിൽ RSSന്റെ ആസ്ഥാനമായ നാഗ്പൂരിൽ ദേശീയ പതാക ഉയർത്താൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? RSSകാർ മനസ്സിലാക്കിക്കോ, RSSകാർ കൂടി തിരിച്ചറിയണം ഇത്. ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ, ഏതെങ്കിലും ഒരു റിപ്പബ്ലിക് ദിനത്തിൽ RSSന്റെ നാഗ്പൂരിൽ ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്താൻ RSS തയ്യാറായിട്ടുണ്ടോ? RSSന്റെ പതാക ഏതാണെന്നറിയുമോ? ഒരുപക്ഷെ RSSന്റെ പതാകയെ കുറിച്ച് ഒരുപക്ഷെ ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികൾക്കറിയില്ല. ഗോൾവാൾക്കർ പറഞ്ഞത് നമുക്ക് കാവിക്കൊടിയുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ത്രിവർണ്ണ പതാക എന്നാണ്. 1925-29 കാലഘട്ടങ്ങളിൽ പൂർണ്ണ സ്വരാജാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1930 ത്രിവർണ്ണ പതാക രാജ്യം മുഴുവനും ഉയർത്തിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വിളംബരം ചെയ്യണമെന്ന് തീരുമാനമെടുത്തപ്പോൾ അന്ന് ഗോൾവാൾക്കർ പറഞ്ഞത് നമുക്കെന്തിനാ ഒരു ത്രിവർണ്ണ പതാക, നമുക്ക് കാവിക്കൊടി പോലെ, ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള കാവിക്കൊടി മതി, നമുക്ക് ദേശീയ പതാക നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേശീയ പതാകയെ നിരാകരിച്ച, ദേശീയ പതാകയെ നിഷേധിച്ച RSS അവൻ ഈ രാജ്യത്ത് രാജ്യസ്നേഹം പറയുന്നു. എന്തൊരു തമാശയാ അല്ലേ? ഇപ്പൊ നമുക്കറിയാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ എന്താ? എവിടെയെങ്കിലും ഒരു സ്ഫോടനം നടന്നാൽ, എവിടെയെങ്കിലും ഒരു പടക്കം പൊട്ടിയാൽ ഉടനെ തേടി വരും പോലീസ്. മുസ്ലിം സമുദായത്തിലെ ആളുകളുടെ വാതിലിൽ കടന്നുമുട്ടും. എന്നിട്ട് താടി വെച്ച നിസ്കാര തയമ്പുള്ള അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോകും. തെളിച്ചുകൊണ്ടുപോയി കാരാഗൃഹത്തിലടക്കും അവരെ. എന്താ അവർ ചെയ്ത തെറ്റ് എന്ന് പോലും അന്വേഷിക്കാറില്ല. അതിനെക്കുറിച്ച് ആരും ഒന്നും ചോദിക്കാറില്ല, പറയാറില്ല. കോൺഗ്രസുകാരോ മുസ്ലിം ലീഗോ കമ്മ്യൂണിസ്റ്റുകാരോ ഒന്നും അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. 1600 ചെറുപ്പക്കാരന്റെ ജയിലിൽ ചെയ്ത കുറ്റം എന്താ ചെയ്ത കുറ്റം? ഈ രാജ്യത്ത് സ്ഫോടനങ്ങൾ ഉണ്ടാക്കി, അതായിരുന്നു കുറ്റം. കംസനിഗ്രഹത്തിന് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചതുപോലെ ഒരു ഹേമന്ത് കർക്കറെ ഈ രാജ്യത്തുണ്ടായി. ആ ഹേമന്ത് കർക്കറെ പറഞ്ഞത് അരുതേ, നിങ്ങൾ സംശയിച്ചു പോകരുത്, മുസ്ലിങ്ങളല്ല ഇവിടെ സ്ഫോടനങ്ങൾ നടത്തുന്നത് കാഷായ വസ്ത്രധാരികളാണ്, കാവി ഭീകരതയാണ് ഈ രാജ്യത്ത് എന്ന് ഈ രാജ്യത്തോട് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച ഇന്ത്യയുടെ ഏറ്റവും സമർത്ഥനായ ധീരനായ പോലീസ് ഓഫീസർ ഹേമന്ത് കർക്കറെ. ആ ഹേമന്ത് കർക്കറെ എന്താ RSS ചെയ്തത്? ആ ഹേമന്ത് കർക്കറെ RSS കൊന്നുകളഞ്ഞു. ബോംബെയിലെ ദുരൂഹമായ ഭീകരാക്രമണത്തിനിടയിൽ കൊല്ലപ്പെട്ട, ഈ ലോകത്തോട് വിട പറഞ്ഞ ഇന്ത്യ കണ്ട ഏറ്റവും സമർത്ഥനായ ധീരനായ പോലീസ് ഓഫീസർ ഹേമന്ത് കർക്കറെ. ഹേമന്ത് കർക്കറെ കൊന്നത് RSS ആണെന്ന് ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അല്ല. ഈ രാജ്യത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞത് AR അന്തുലെ, അബ്ദുറഹ്മാൻ അന്തുലെ എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ഇപ്പോ RSS ഈ രാജ്യത്തിന്റെ ശത്രുവാണ്. ഹേമന്ത് കർക്കറെ കൊന്നത് RSS ആണെന്ന് ഈ രാജ്യത്തോട് വിളിച്ചു പറയുന്നത് ആരാണെന്നറിയുമോ? സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അല്ല പറയുന്നത് ആരാ? ദിഗ്വിജയ് സിംഗ്. ആരാ ദിഗ്വിജയ് സിംഗ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്. ആ നേതാവാണ് ഈ രാജ്യത്തോട് വിളിച്ചു പറയുന്നത് ഹേമന്ത് കർക്കറെ കൊന്നത് RSS ആണെന്ന്. എത്ര സ്ഫോടനങ്ങൾ
1992 ശേഷം ഈ രാജ്യത്ത് നടന്ന മുഴുവൻ സ്ഫോടനങ്ങളുടെയും ഉത്തരവാദികൾ RSS പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കേസ് മുഴുവനും NIA-ക്ക് വിടാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ശത്രു ആരെന്ന് തിരിച്ചറിയാൻ നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ടോ? കൂടുതൽ പഠിക്കേണ്ടതുണ്ടോ? സംജോത എക്സ്പ്രസിൽ സ്ഫോടനം നടന്നു. 68 മുസ്ലിങ്ങൾ അതിൽ കൊല്ലപ്പെട്ടു. എന്നെ കേൾക്കുന്ന മുസ്ലിം ലീഗിന്റെ ആളുകൾ, എന്നെ കേൾക്കുന്ന മതസംഘടനകളുടെ ആളുകൾ, എന്നെ കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ, എന്നെ കേൾക്കുന്ന കോൺഗ്രസുകാരൻ, നിങ്ങൾ അറിയണം ഈ രാജ്യത്ത് നടന്ന സംഭവ വികാസങ്ങൾ. 68 ആളുകൾ കൊല്ലപ്പെട്ടു. സംജോത എക്സ്പ്രസിൽ സ്ഫോടനം. കൊല്ലപ്പെട്ടത് മുഴുവൻ മുസ്ലിങ്ങൾ, പിടിച്ചുകൊണ്ടുപോയത് മുഴുവൻ മുസ്ലിങ്ങൾ. ആരാ നടത്തിയത്? RSS. മലൈക്കാവിൽ സ്ഫോടനം. കൊല്ലപ്പെട്ടത് 30ഓളം മുസ്ലിങ്ങൾ. കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങൾ, പിടിച്ചുകൊണ്ടുപോയത് മുസ്ലിങ്ങൾ. നടത്തിയത് RSS. നന്ദേഡിൽ സ്ഫോടനം. കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങൾ, പിടിച്ചുകൊണ്ടുപോയത് മുസ്ലിങ്ങൾ. ഉത്തരവാദികൾ RSS. അജ്മീർ ദർഗയിൽ സ്ഫോടനം. അജ്മീർ ദർഗയിൽ സ്ഫോടനം. കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങൾ, പിടിച്ചുകൊണ്ടുപോയത് മുസ്ലിങ്ങളെ. ഉത്തരവാദി RSS. മക്ക മസ്ജിദിൽ സ്ഫോടനം. കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങൾ, പിടിച്ചുകൊണ്ടുപോയത് മുസ്ലിങ്ങളെ. ഉത്തരവാദി RSS. ചർച്ച ചെയ്യുന്നുണ്ടോ ഇത്? മുസ്ലിം ലീഗ് പറയുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരെ പറയുന്നുണ്ടോ? കോൺഗ്രസുകാരും പറയുന്നുണ്ടോ? RSS ഈ രാജ്യത്തിന്റെ ശത്രുവാണെന്ന് പറയാൻ ഇതിനപ്പുറം എന്ത് തെളിവുകളാണ് ഈ രാജ്യത്തിന് ആവശ്യമുള്ളത്? ഇപ്പൊ 63 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് പറയുന്നു RSS ഈ രാജ്യത്തിന്റെ ശത്രുവാണെന്ന്. രാഷ്ട്രപിതാവിനെ കൊന്നപ്പോ, ബാബരി മസ്ജിദ് തകർത്തപ്പോ 16,500ഓളം വർഗീയ കലാപങ്ങൾ ഈ രാജ്യത്ത് സൃഷ്ടിച്ച് മുസ്ലിം സമുദായത്തിന്റെ കബന്ധങ്ങൾക്ക് മുകളിൽ കിടന്ന് RSS ചുടലനൃത്തം ചവിട്ടിയപ്പോൾ, ബാബരി മസ്ജിദ് തകർത്തപ്പോൾ, നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ നമ്മൾ കണ്ടതല്ലേ? കൗസർ ബാനുവിന്റെ അടിവയറ്റിലേക്ക് പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന് പറയുന്ന RSSകാരൻ ഒരു പെറ്റമ്മയുടെ പൂർണ്ണ ഗർഭിണിയുടെ ഗർഭപാത്രത്തിലേക്ക് തൃശൂലം കുത്തിയിറക്കി ഗർഭസ്ഥ ശിശുവിനെ പോലും പുറത്തെടുത്ത് കത്തിച്ചത് RSS. അന്നൊന്ന് കോൺഗ്രസിന് RSS രാജ്യത്തിന്റെ ശത്രുവാണെന്ന് പറയാനുള്ള ആർജവമുണ്ടായിരുന്നില്ല, തന്റെ ഇടമുണ്ടായിരുന്നില്ല. ഇപ്പൊ പറയുന്നു RSS രാജ്യത്തിന്റെ ശത്രുവാണെന്ന്. സ്വാതന്ത്ര്യത്തിന്റെ 63 വർഷങ്ങൾ ഈ രാജ്യത്ത് പിന്നിടുമ്പോൾ എത്ര ചോരമണക്കുന്ന കഥകളാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെയാണ് ഞങ്ങൾ പറയുന്നത്, ഈ നീതി നിഷേധങ്ങൾക്ക് കുറിച്ച് പറയാൻ ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്ത് ആവശ്യമില്ല. ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു പോസ്റ്റർ ഒട്ടിച്ചോ ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട്? ഇനി പോവട്ടെ, ഈ സ്ഫോടനങ്ങൾക്ക് ഉത്തരവാദികൾ RSS ആണെന്ന് തിരിച്ചറിഞ്ഞ് നേതൃത്വം കൊടുത്തത് ആരാ നേതൃത്വം കൊടുത്തത്? നമ്മൾ കണ്ടിട്ടില്ലേ? ശരീരം മുഴുവനും കാവി വസ്ത്രം പുതച്ച് നടക്കുന്ന മഹാസ്വാമിമാരും മഹാസ്വാമിനിമാരും അവരാ നേതൃത്വം കൊടുത്തത്. രാജ്യത്ത് സ്ഫോടനം നടത്താൻ, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കാൻ നേതൃത്വം കൊടുത്തത് മഹാസ്വാമിമാരും മഹാസ്വാമിനിമാരാ. പ്രജ്ഞാ സിംഗ് ഠാക്കൂർ, കേണൽ ശ്രീകാന്ത് പുരോഹിത്, സ്വാമി അസീമാനന്ദ, സ്വാമി ദയാനന്ദ് പാണ്ഡെ, സുശീൽ ശർമ്മ, ഇന്ദ്രേഷ് കുമാർ. ആരാ ഇവരൊക്കെ? RSSന്റെ ശാഖയിലെ മുലകുടി മാറാത്ത കുട്ടികളാണോ ഇവരൊക്കെ? അല്ല, RSSന്റെ ദേശീയ നേതാക്കന്മാർ. അവരാ ഈ രാജ്യത്ത് നടന്ന മുഴുവൻ സ്ഫോടനങ്ങൾക്കും ഉത്തരവാദികൾ. എവിടെ വരെത്തി അതിന്റെ അന്വേഷണം? ഇപ്പൊ പറയുന്നു പട്ടാളത്തിൽ RSS ഉണ്ട്. ഞങ്ങൾ പണ്ടേ പറയുന്നതാ, RSS എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമല്ല, അതൊരു മനസ്സാ. ഇത് വെറുതെ പറയുന്നതല്ല. ഞങ്ങള് RSS ഒരു പ്രസ്ഥാനമല്ല, RSS ഒരു മനസ്സാ. BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് കൊണ്ട് RSSന് ഈ രാജ്യത്ത് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കരുതുന്ന ചില വ്യക്തികൾ ഉണ്ടാകും. ഒരുപക്ഷെ അവരോടാണ് ഞങ്ങൾ പറയുന്നത്, RSSന് ഈ രാജ്യത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം പട്ടാളത്തിൽ RSS ഉണ്ട്, പോലീസിൽ RSS ഉണ്ട്, ഉദ്യോഗസ്ഥ മേധാവികളിൽ RSS ഉണ്ട്, ഈ രാജ്യത്തെ ഭരണകൂട സംവിധാനങ്ങളിൽ RSS ഉണ്ട്, ഈ രാജ്യത്തെ ജുഡീഷ്യറിയിൽ RSS ഉണ്ട്, കോൺഗ്രസിൽ RSS ഉണ്ട്, CPM-ൽ RSS ഉണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് സംശയമുണ്ട്, മുസ്ലിം ലീഗിൽ പോലും RSS ഉണ്ടോ എന്ന് സംശയിച്ചു പോവേണ്ട ഒരു ഗതികേടിലേക്ക് ഈ രാജ്യം എത്തി നിൽക്കുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് സംശയമാണ്, മുസ്ലിം ലീഗിൽ പോലും RSSന്റെ സാന്നിധ്യമുണ്ടോ എന്ന് സംശയിച്ചു പോവേണ്ടിയിരിക്കും. അതുകൊണ്ടാണ് ഈ മൗനം. ഒരു ക്യാമ്പയിൻ നടത്തിയ മുസ്ലിം ലീഗ് 1600 ചെറുപ്പക്കാർ, മക്കളിലെ, കുടുംബമില്ലേ, ജീവിതമില്ലേ, ഉമ്മയിലെ, വീടിലെ, സഹോദരന്മാരിലെ, നാട്ടുകാരിലെ, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് അവരെ കുറിച്ച്? ഈ 1600 ചെറുപ്പക്കാരെ കുറിച്ച് രാഷ്ട്രീയം നിങ്ങൾ മാറ്റിവെക്കുക.
മുസ്ലിം ലീഗിന്റെ മനസ്സ് നിങ്ങൾ അങ്ങ് മാറ്റിവെക്കുക. എന്നിട്ട് ഒരു മനുഷ്യനായി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അബ്ദുൽ നാസർ മദനി ഈ രാജ്യത്തോട് ചെയ്ത തെറ്റെന്താ? അബ്ദുൽ നാസർ മദനി ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. എന്ത് സത്യം? RSS രാജ്യത്തിന്റെ ശത്രുവാണ്, വിശ്വസിച്ചു പോകരുത് എന്ന് അബ്ദുൽ നാസർ മദനി ഒരു കാലഘട്ടത്തോട് വിളിച്ചു പറഞ്ഞു. അതാ അബ്ദുൽ നാസർ മദനി ചെയ്ത തെറ്റ്. അബ്ദുൽ നാസർ മദനിയുടെ രാഷ്ട്രീയത്തോടോ അബ്ദുൽ നാസർ മദനി മുന്നോട്ട് വെക്കുന്ന ആദർശത്തോടോ ഞങ്ങൾക്കൊരു യോജിപ്പുമില്ല. എല്ലാ വിയോജിപ്പും നിലനിർത്തിക്കൊണ്ട് തന്നെ സൂചിപ്പിക്കട്ടെ. പക്ഷേ അബ്ദുൽ നാസർ മദനി ഒരു ഭരണകൂട ഭീകരതയുടെ ഇരയാണെന്ന് പറയാൻ, അബ്ദുൽ നാസർ മദനി ഒരു മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഇരയാണെന്ന് പറയാൻ ഞങ്ങൾക്ക് രണ്ടു വട്ടം ആലോചിക്കേണ്ടതില്ല. അബ്ദുൽ നാസർ മദനിയെ കുറിച്ച് പറയുമ്പോ 9.5 വർഷക്കാലം അബ്ദുൽ നാസർ മദനി ജയിലിൽ കടന്നു. എന്താ അദ്ദേഹത്തിന് നമ്മൾ കൊടുത്ത നഷ്ടപരിഹാരം? 9.5 വർഷം നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ? അദ്ദേഹത്തിന്റെ ജീവിതം. നമുക്കുമില്ല മക്കൾ, നമ്മൾ ആലോചിച്ചു നോക്ക്. ഒരു ദിവസം രാത്രിയിൽ നമ്മൾ വീട്ടിലെത്തിയില്ലെങ്കിൽ എത്ര പ്രാവശ്യം ചോദിക്കും നമ്മുടെ മക്കൾ നമ്മളെ കുറിച്ച്, ഉമ്മ എന്റെ ബാപ്പ എവിടെ എന്ന്? 9.5 വർഷക്കാലം ഈ സലാഹുദ്ദീൻ അയ്യൂബിയും ഉമർ മുഖ്താറും അവർ തന്റെ ഉമ്മയോട് ചോദിച്ചിട്ടുണ്ടാവില്ലേ എന്റെ പിതാവ് എവിടെയെന്ന്? ചോദിച്ചിട്ടുണ്ടാവില്ലേ? ജോസഫ് എന്ന വർഗീയവാദിയായ അധ്യാപകന് 5 ലക്ഷം രൂപ എണ്ണിക്കൊടുത്ത കമ്മ്യൂണിസ്റ്റുകാരാ, നീയും മറുപടി പറയണം. എന്ത് കൊടുത്തു നിങ്ങൾ അബ്ദുൽ നാസർ മദനിക്ക്? 9.5 വർഷക്കാലത്തെ ഈ സലാഹുദ്ദീൻ അയ്യൂബിയുടെയും ഉമർ മുഖ്താറിന്റെയും കണ്ണുനീർ തുള്ളികൾക്ക് നമുക്ക് എന്ത് പകരം കൊടുക്കാൻ സാധിക്കും? ഭർത്താവ് ജീവിച്ചിരിക്കെ വിധവയായി ജീവിക്കേണ്ടി വന്ന സൂഫിയ മദനിയുടെ ജീവിതം തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? RSS നടത്തിയ ഗൂഢാലോചനയുടെ ഇരയാണ് അബ്ദുൽ നാസർ മദനി എന്ന് വിളിച്ചു പറയാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. കാരണം RSS രാജ്യത്തിന്റെ ശത്രുവാണ് എന്ന് ഞങ്ങൾ പഠിപ്പിച്ചത് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. നിങ്ങൾ മുസ്ലിം ലീഗിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകാൻ പറ്റും. RSSുമായിട്ട് CPM അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റുകാരന് RSSുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കും. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കാത്ത ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഒരു അഡ്ജസ്റ്റ്മെന്റിനും ഞങ്ങളില്ല എന്ന് പറഞ്ഞാൽ RSSകാരാ നിന്റെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കരുത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഞങ്ങളുടെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം നിങ്ങളെ കൊണ്ട് കുടിപ്പിക്കരുത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അത് ഞങ്ങൾക്ക് നിർബന്ധം. കാരണം ഞങ്ങൾക്ക് പലതും മറക്കാൻ സാധിക്കുകയില്ല. പലതും ഈ രാജ്യത്തെ ജനാധിപത്യ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അതുകൊണ്ട് RSSനോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് സൂചിപ്പിക്കാനുള്ളത്, RSSകാരെ ഇത് മുസ്ലിം ലീഗല്ല, ഇത് കോൺഗ്രസ് അല്ല. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോ. അരി കൊടുക്കേണ്ടവന് അരി കൊടുക്കും, തുണി കൊടുക്കേണ്ടവന് തുണി കൊടുക്കും, അരി കൊടുക്കേണ്ടവന് കൃത്യമായി അരി കൊടുത്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഇറങ്ങി തിരിച്ചത്. നിങ്ങൾ എന്താ കരുതിയത്? കണ്ണവം ഒരു സ്വയംഭരണ പ്രദേശമാണെന്ന് കരുതിയോ നിങ്ങൾ? RSSകാരെ കണ്ണവത്തേക്ക് വരാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാർക്ക് വിസയും പാസ്പോർട്ടും ആവശ്യമില്ല എന്ന് RSSകാരെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. കുറച്ച് കുട്ടികളെ ഇറക്കി ഞങ്ങളുടെ പ്രവർത്തകന്റെ മൂർധാവിലൊന്ന് അടിച്ചാൽ ഇതൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ RSS കരുതിയോ? ആ ധാരണ RSS അവസാനിപ്പിക്കണം. അടി നിർത്തണമെന്നൊന്നും നിങ്ങളോട് ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾക്ക് അടി ഇന്നും തുടരാം, നാളെയും തുടരാം. അടി നിർത്തണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ കണ്ണവത്ത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നക്ഷത്രാങ്കിത രക്തഹരിത പതാക അത് ഞങ്ങൾ കെട്ടുക തന്നെ ചെയ്യും. അതിലൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഞങ്ങളൊരു ബ്രാഞ്ച് സെക്രട്ടറിയെ അങ്ങ് മർദ്ദിച്ച് ആശുപത്രിയിലാക്കിയാൽ പൊതുയോഗം അങ്ങ് നിർത്തിക്കളയും എന്നാണോ നിങ്ങൾ കരുതിയത്? നിങ്ങളുടെ തിട്ടൂരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല RSSകാരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. നിങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞോ? ഞങ്ങൾക്കിനി പോവാൻ ഒരു ഇഞ്ച് പോലും ഞങ്ങൾക്ക് പിന്നോക്കം പോകാൻ ഇനി ബാക്കിയില്ല. അതുകൊണ്ട് അഭിമാനത്തോടുകൂടി കണ്ണവത്തെ ജനാധിപത്യ സമൂഹത്തോടും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത്, RSSനെ ഇന്ത്യ മഹാരാജ്യത്തെ നേരിടാൻ ഞങ്ങൾക്കൊരു സംവിധാനമുണ്ട്. ഈ രാജ്യത്ത്
BJP നേരിടാൻ ഞങ്ങൾക്ക് മറ്റൊരു സംവിധാനമുണ്ട്. കായികമായി നേരിടാൻ ഞങ്ങൾക്കൊരു സംവിധാനമുണ്ട്. രാഷ്ട്രീയമായി നേരിടാൻ ഞങ്ങൾക്ക് മറ്റൊരു സംവിധാനമുണ്ട് എന്ന് RSS തിരിച്ചറിഞ്ഞോ? അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ. അല്ലാതെ വടിവാള് കാണിച്ച്, കൈബോംബ് കാണിച്ച്, മറ്റ് എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ ഇതിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താമെന്ന് RSS കരുതുന്നുവെങ്കിൽ RSSകാരെ നിങ്ങൾ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വ്യക്തികളാണെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരു കാര്യം അറിയണം. നിങ്ങൾ ഒരു പക്ഷേ ഈ പുതിയ തലമുറയിൽപ്പെട്ട RSSന്റെ മുലകുടി മാറാത്ത ഈ പിള്ളേർക്ക് ഒരു പക്ഷേ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നറിയാൻ സാധ്യത കുറവാ. അതുകൊണ്ട് നിങ്ങൾ വലിയേട്ടന്മാരോടൊന്ന് ചോദിച്ചു നോക്കണം. അതിനും കഴിയില്ലെങ്കിൽ 5-10 രൂപ കൊടുത്ത് നിങ്ങൾ പുന്നാടൊന്ന് പോകണം. എന്നിട്ട് അവിടെ RSSകാരോട് ഒന്ന് ചോദിച്ചു നോക്കണം ഞങ്ങൾ ആരാണെന്ന്. ഇനി അതിനും കഴിയില്ലെങ്കിൽ 5-6 രൂപ കൊടുത്താൽ ഇവിടെ നിന്ന് ഉരുവച്ചാലിലെത്തും. അവിടെയുള്ള സഖാക്കളോട് ഒന്ന് ചോദിച്ചു നോക്കണം എന്താണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് സഖാക്കൾ പറഞ്ഞു തരും നിങ്ങൾക്ക്. RSSകാരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്നാണോ നിങ്ങൾ കരുതിയത്? നിങ്ങൾ അറിയുമോ കർണാടക ഭരിക്കുന്നത് BJP-യാ. കണ്ണവത്തെ RSSന്റെ മുലകുടി പാടാത്ത പിള്ളേരോടാ പറയുന്നത്. കർണാടക ഭരിക്കുന്നത് RSS. അവിടെ നിങ്ങളൊന്ന് പോയി നോക്കണം. അവിടെയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മത്സരിക്കുന്നു എന്ന് മാത്രമല്ല, ആ കർണാടകയിൽ 2 പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാ SDPI. ഞങ്ങൾക്കൊരു കൗൺസിലർ ഉണ്ട്, പ്രൊഫസർ നസ്രീ ബീഗം. നീ ഭരിക്കുന്ന കർണാടകയിൽ RSSകാരെ, നീ ഭരിക്കുന്ന കർണാടകയിൽ അവിടെ പരാജയപ്പെടുത്തിയത് ആരെയാണെന്നറിയുമോ? BJP-യെ പരാജയപ്പെടുത്തിയിട്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രതിനിധി ബാംഗ്ലൂരിലെ കോർപ്പറേഷനിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഓലപ്പാമ്പ് കാണിച്ച് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാരെ ഭയപ്പെടുത്തി ഒതുക്കി നിർത്താമെന്നാണ് RSS കരുതുന്നുവെങ്കിൽ RSSകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ എന്താ കരുതിയത്? അടിവസ്ത്രം കാണുന്ന ഒരു ഹാഫ് ട്രൗസറും ഇട്ട് ഒരു കുറുവടിയും വേണ്ടി ഈ പദസഞ്ചലനം നടത്തിയാൽ പേടിച്ച് വീട്ടിലിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്ന് കരുതിയോ ഞങ്ങളെ കുറിച്ച്? എന്നാ RSSകാരെ, ഇത് മുസ്ലിം ലീഗ് അല്ല, ഇത് കോൺഗ്രസ് അല്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ താളുകളൊന്നുമില്ല. കണക്ക് എഴുതി വെക്കുന്ന പരിപാടിയൊന്നും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്കില്ല എന്ന് RSSകാർ ഓർമ്മിച്ചോ നന്നായിട്ട്. കണക്കെഴുതി വെക്കുന്ന പണിയൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ എഴുതി വെക്കാൻ ഞങ്ങളുടെ കയ്യിൽ പുസ്തകമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ പുസ്തകത്തിൽ താളുകളില്ല എന്ന് പറഞ്ഞാൽ ചെറിയ RSSകാരോടാ പറയുന്നത്, മൂത്ത RSSകാരോടും കൂടിയാ പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഞങ്ങൾക്ക് ഈ മുലകുടി മാറാത്ത പിള്ളേരെ നോക്കി പോവാനൊന്നും ഞങ്ങൾക്ക് ദയവ് ചെയ്തിട്ട് സമയമില്ല. പ്രശ്നം തീർക്കണമല്ലോ, അതിന് ഞങ്ങൾ വരും. RSSന്റെ നേതാക്കന്മാരുടെ അടുക്കലേക്കാണ് ഞങ്ങൾ വരിക. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അല്ലാതെ നിങ്ങളുടെ ഈ പ്രിയ കുട്ടികളുടെ അടുക്കലേക്ക് അവരെ തെരഞ്ഞു പോകാൻ ഞങ്ങൾക്ക് സമയമില്ല. ഇനിയും ഞങ്ങളോട് ഈ രീതിയിലാണ് നിങ്ങൾ പെരുമാറുന്നുവെങ്കിൽ പോലീസുകാർ ഇനി പ്രകോപനപരമായി പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് എന്റെ പേരിൽ കേസെടുക്കണ്ട എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം ഒന്ന് പറഞ്ഞു തീർക്കണമല്ലോ. ഒരു പ്രശ്നം ഒരു പ്രദേശത്തുണ്ടായാൽ സ്വാഭാവികമായും അത് പറഞ്ഞു തീർക്കണം. അത് പറഞ്ഞു തീർക്കാൻ ഞങ്ങൾക്ക് ഈ പിള്ളേരുടെ വീട്ടിൽ പോകാൻ ഞങ്ങൾക്ക് സമയമില്ല. പകരം ഞങ്ങൾ നേതാക്കന്മാരുടെ വീട്ടിലേക്ക് പോകും എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. ഞങ്ങള് അടിവെച്ച് ഇങ്ങനെ പോവാൻ തീരുമാനിച്ചിരിക്കുക. അതിന് ഞങ്ങളോട് ആരൊക്കെ ഉണ്ട്? അയ്യപ്പ മാസ്റ്റർ ഉണ്ട്, പ്രേംരാജ് ഉണ്ട്, മനോജ് കുമാർ ഉണ്ട്, രാധ ഉണ്ട്, ശാരദ ഉണ്ട്, തുളസീധരൻ പള്ളിക്കലുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന്റെ 63 വർഷങ്ങൾ ഈ രാജ്യത്ത് പിന്നിടുമ്പോഴും ഈ രാജ്യത്ത് അടിച്ചമർത്തപ്പെട്ട ജനതതി അവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോ അടിവെച്ച് പോകുമ്പോ അതിന് മലയാള ഭാഷയിൽ മറ്റെന്തെങ്കിലും വല്ല അർത്ഥമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മനസ്സിലാക്കാം. അടിവെച്ച് ഞങ്ങൾ പോകുമ്പോ അത് RSSന്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ടാണെങ്കിൽ അങ്ങനെ, കമ്മ്യൂണിസ്റ്റുകാരനെ മുട്ടുകാല് കൊണ്ട് ചവിട്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് ഞങ്ങൾ എത്തണം. അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങളുടെ ഒരു പ്രവർത്തകന് എന്താ നിങ്ങൾ കരുതിയത്? പൊതുയോഗം ഞങ്ങൾ അങ്ങ് നിർത്തിവെക്കുമെന്ന് കരുതിയോ? RSSകാരെ നിങ്ങൾ അങ്ങനെ കരുതിയോ ഞങ്ങളെ കുറിച്ച്? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും കണ്ട് ഇതങ്ങ് അവസാനിപ്പിച്ച് ഇതങ്ങ് നിർത്തി
പോകുന്ന ആളുകളല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഞങ്ങളുടെ പ്രവർത്തകന്റെ ഒരു തുള്ളി രക്തം അത് ഈ കണ്ണവത്തിന്റെ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ ആ ഓരോ തുള്ളി രക്തത്തിലും ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നു എന്ന് മാത്രമാണ് RSSനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു തുള്ളി രക്തവും പാഴായി പോവുകയില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് വരും നാളുകളിൽ കണ്ണവത്തിന്റെ മണ്ണിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രവർത്തിക്കും. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എവിടെയൊക്കെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഞങ്ങളുടെ രക്തം ചിന്തിയിട്ടുണ്ടോ അവിടെയൊക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കണ്ണവത്തിന്റെ മണ്ണിലും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതുകൊണ്ട് RSSകാരെ ആ ടൗസറുമിട്ട് കുറുവടിയുമേന്തി നീ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ, ഇനിയും ഒന്നുകൂടി നീ വന്നാൽ ഞങ്ങൾക്ക് അത്രയേ നിങ്ങളോട് പറയാനുള്ളൂ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ടൗസറൊക്കെ വീട്ടില് അമ്മക്ക് കൊടുക്കേണ്ടി വരും, കൈത്തുണിയായി ഉപയോഗിക്കാൻ. അറിയുമോ നിങ്ങൾ? ടൗസർ ഉണ്ടല്ലോ, നീ പദസഞ്ചലനത്തിന് ഉപയോഗിക്കുന്ന ടൗസർ വീട്ടില് അമ്മയുടെ അടുക്കളയൊക്കെ കൊടുക്കേണ്ടി വരും. എന്തിനാണെന്നറിയുമോ? കൈത്തുണിയായി ഉപയോഗിക്കാൻ, ചൂടുള്ള പാത്രം ഉപയോഗിക്കാൻ, അതിനെ ഉപയോഗിക്കേണ്ടി വരും ടൗസർ. അത്ര മാത്രമേ RSSകാരോട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളൂ. നിങ്ങൾ എന്താ കരുതിയത്? കടമൊന്നുമില്ലാതെ ഈ ലോകത്തോട് വിട പറയണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനത്തിന് ഇറങ്ങിയത്. ഈ പ്രവർത്തനത്തിനിടയിൽ ഒരുപക്ഷെ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നാൽ, നിങ്ങളുടെ ആയുധങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾക്ക് പിടഞ്ഞു വീഴേണ്ടി വന്നാൽ, അവിടെ ഉന്നതമായ പ്രതിഫലം ഞങ്ങൾക്ക് അങ്ങ് അവിടെയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് RSSകാരെ, നിങ്ങൾ പറ്റുമെങ്കിൽ പുന്നാട് പോയിട്ട്, ഉരുവച്ചാലിൽ പോയിട്ട്, നിങ്ങൾ അറിയുമോ 500ഓളം CPMന്റെ പ്രവർത്തകന്മാർ അഞ്ചരക്കണ്ടിക്കടുത്ത് 500ഓളം വരുന്ന CPMകാർ സംഘടിച്ചു നിന്നിട്ട് കഴിഞ്ഞ വർഷത്തെ മുമ്പത്തെ വർഷം ഒരു കുട്ടിയെ പോലും, ഒരു പ്രവർത്തകനെ പോലും കടത്തി വിടില്ല എന്ന് പ്രഖ്യാപിച്ച CPMന്റെ മൂക്കിന് താഴെ 500ഓളം CPMന്റെ പ്രവർത്തകർക്ക് മുന്നിൽ, ആയുധങ്ങളുമായി സംഘടിച്ചു നിന്ന CPMന്റെ പ്രവർത്തകർക്ക് മുന്നിൽ പൊതുയോഗം നടത്തി ആളത്തം അത് കാണിച്ചു കൊടുത്തവരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. കണ്ണവത്തെ ജനാധിപത്യ സമൂഹം ഇത് കണ്ടിട്ട് പേടിയൊന്നാവണ്ട. ഞങ്ങൾക്ക് ഈ പ്രദേശത്തെ ജനാധിപത്യ സമൂഹത്തോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ഭയവും ഉണ്ടാവേണ്ടതില്ല. RSSനെ നേരിടാൻ ഇന്ത്യയിൽ ഇന്ന് തന്റേടമുള്ള ആർജവമുള്ള ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. അവസാനത്തെ തുള്ളി രക്തവും ഈ കാണുന്ന ഞങ്ങളുടെ പ്രവർത്തകരുണ്ടല്ലോ, RSSകാരെ, ഒരൊറ്റ പ്രവർത്തകനും ഞാനടക്കം വീട്ടിൽ നിന്നിറങ്ങി വരുമ്പോൾ ഉമ്മയോട് തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ടല്ല ഞങ്ങൾ കണ്ണവത്തേക്ക് പുറപ്പെട്ടത്. ഇവിടെ മരിച്ചു വീഴും എന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് സ്വന്തം ഭാര്യയോട് പോലും ഒരുപക്ഷെ ഞാൻ തിരിച്ചു വരാതിരുന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉള്ളവനടക്കം കണ്ണവത്തേക്ക് വന്നത് എന്ന് RSSകാർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്തല്ലേ RSSകാരെ. പലതും നിങ്ങൾ പഠിക്കണം. അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ കണ്ടറിയാത്തവൻ കൊണ്ടറിയുമെന്നാണ് RSSനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. RSSകാരെ, തല്ലുമ്പോ ഒരു പഴമൊഴിയുണ്ട്, വിളമ്പുമ്പോ പാത്രം അറിഞ്ഞ് വിളമ്പണം, തല്ലുമ്പോ ആളറിഞ്ഞ് തല്ലണം, അല്ലെങ്കിൽ ചിലതൊക്കെ സംഭവിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. എന്താ നിങ്ങൾ കരുതിയത്? ഒരു ഭാഗത്ത് CPM, ഒരു ഭാഗത്ത് RSS. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്തെ ജനാധിപത്യ സമൂഹത്തോട് ചെയ്ത തെറ്റെന്താ? ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ ഇറങ്ങി തിരിച്ചതാണോ തെറ്റ്? ഞങ്ങൾ ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ഇറങ്ങിയതാണോ തെറ്റ്?